ഹേ ഗായ്സ്, അങ്ങനെ നമ്മുടെ മലയ്ക്ക് പോകാനുള്ളതിൻ്റെ വീഡിയോ ഇന്നിപ്പം 3-ാം തീയതി, അതായത് നമ്മൾ വ്രതം എടുത്തിട്ട് ഇപ്പോൾ ഇന്നത്തേക്ക് 8ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പം നാളെയാണ് കഞ്ഞി വിത്തൊക്കെ ഉള്ളത്. അപ്പം നാളെ കഞ്ഞി വിത്ത്, അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് രാവിലെ നമ്മൾ പോണത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുരുത്തോല സാധനങ്ങളെല്ലാം എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ ബാക്കിയെല്ലാം വീഡിയോ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നാളെ രാവിലത്തെ കഞ്ഞിയത്തിന് മുമ്പായിട്ട് എല്ലാം സെറ്റാക്കി വെക്കണം, പക്കി വെക്കണം. നമുക്ക് ഇനി അവരെ വിട്ടിട്ട് പോയി കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ. ഹേ ഗായ്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളെ 3-ാം തീയതി രാത്രിയിലത്തെ കാഴ്ചകളാണ്. ആ ഇൻട്രോ എടുത്തത് ദിവസത്തെ കാഴ്ച തന്നെ കേട്ടോ. ഇത് നമ്മളെ 1ാമത്തെ ഡ്യൂട്ടിക്കാരി അരുണിൻ്റെ അമ്മ, ചെസ് നമ്പർ 1 അരുണിൻ്റെ അമ്മ. അരുണിൻ്റെ അമ്മേൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പൂവെട്ടേക്കാം. നമ്മൾ പോയി കുറേ മാത്രം പൂവ് എടുത്തോളുന്നു. ആ പൂക്കളെല്ലാം കൂടെ പാരിപ്പറക്കി ആർക്കും കൊടുത്ത് നമ്മൾ അരുണിൻ്റെ അമ്മയ്ക്ക്. അടുത്തത് ചെസ് നമ്പർ 2, അത് ഞാൻ തന്നെ. ഈ കാണുന്ന കൈ, ഈ കാണുന്ന കാലും ഇതെൻ്റെയാണ്, വേറെ ഇല്ല, എൻ്റെയാണ്. എന്തെന്ന് പറഞ്ഞാൽ നമ്മളെ വാഴത്തല വെച്ചിട്ട് മറ്റേ വിളക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അളവ് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മെയിനാശാരി ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കണം. അപ്പോൾ കട്ട് ചെയ്തിട്ട് എവിടെ വെക്കണം എന്നുള്ള പ്ലാനിൽ നടക്കുകയാണ്. അപ്പം കൂടെ അരുണിൻ്റെ അപ്പൂപ്പനും കൂടെ ഉണ്ട്. പിന്നെ അടുത്ത 1ാമത്തെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ അടുത്ത എടുത്ത് അതും അതിൻ്റെ മൂടും തലയിലെയും വെട്ടികളും നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് എവിടെ കൊണ്ടുപോയി താക്കണം. അപ്പോഴും നമ്മൾ ചെസ് നമ്പർ 1 അവിടെ പൂ കൊരുത്തോണ്ടിരിക്കണേ, പെട്ടെന്നുകൊണ്ട് പൂ എടുത്തോണ്ടിരുന്നത്. പിന്നെ ഈ കാണുന്ന കുരുത്തോലയിലെ നമ്മളിതിന് മുമ്പായിട്ട് ആദ്യമേ കൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ കുഴിയെടുക്കാനെല്ലാം പോയത്. അല്ലെങ്കിൽ പിന്നെ പണിയൊന്നും നടക്കില്ല. എന്നിട്ടും സമയം താമസിച്ചാണ് നമ്മൾ പണിയെല്ലാം തീർന്നു പോയ സമയമായി. പിന്നെ അത് വെച്ചിട്ട് തന്നെ ലെവലൊക്കെ നോക്കി മണ്ടയെല്ലാം സെറ്റ് ചെയ്തു. കാരണം അതിൽ വിളക്കൊക്കെ വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വ്ളോഗർ അവിടെ നിന്നുകൊണ്ട് ഇതെടുക്കുകയായിരുന്നു കേട്ടോ, കുറ്റി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറ്റി അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത്. പിന്നെ ഈ കാണുന്ന ഇത് എൻ്റെ പരമ്പരാഗത രീതിയിലുള്ള എൻ്റെ അളവെടുക്കൽ മെഷർമെൻറ്റ് രീതിയിലോട്ട് ഞാൻ കയറി. പിന്നെ അളവെടുത്തിട്ട് വന്നിട്ട് ഈ കാണുന്ന വാഴത്തരരെ മുട്ടി ഞാൻ കയറുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ചെസ് നമ്പർ 1 മടുത്തു തുടങ്ങി, ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ ചെസ് നമ്പർ 3 വന്നിട്ടുണ്ട്, നമ്മളെ അരുണിൻ്റെ അപ്പൂപ്പൻ. പിന്നെ വേറെ എന്താ പറയുക, നമ്മൾ ചെസ് നമ്പർ 4, അത് കോമൺ ആണ് കേട്ടോ. അത് സബ്ബായിട്ട് കൊണ്ടിരുത്തേക്കണേ. ആ തുടിച്ചായിരിക്കുന്ന ആളുണ്ടല്ലോ, അവൻ്റെ അമ്മാമ്മയാണ്, അരുണിൻ്റെ അമ്മാമ്മയാണ്. അവർ കോമഡി ആയിരുന്നു കേട്ടോ. അവർ വന്നിരുന്ന അവർക്ക് ഒരു ഉറക്കം വന്ന് ഇങ്ങനെ പൂവൊക്കെ എടുത്ത് കെട്ടിക്കോട്ടെ കയറി. ഉറക്കം വരപ്പോൾ ആ പൂവ് എടുത്ത് അവിടെ വെച്ചിട്ടാണെങ്കിൽ പിന്നെ അവിടെ ഇരുന്നങ്ങ് ഉറങ്ങും. പിന്നെ വിളിച്ചോളത്തെ പറയാം ഞാൻ പൂ ഇട്ടാണെന്ന് പറയും. അങ്ങനെയല്ല ആയിരുന്നു. ഇതെന്ന് പറയുമ്പോൾ രാത്രിയിലത്തെ കാഴ്ച, രാത്രി ഒരു 12 മണിക്ക് ശേഷമുള്ള കാഴ്ചയാണ്. ഈ കാണുന്നത് രാത്രി 4 മണിക്കുള്ള കാഴ്ചയാണ്. എന്തായിരുന്നു പറഞ്ഞാൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ആ പ്ലാൻ നടന്നില്ല. നമ്മൾ ചെസ് നമ്പർ 1, 2, 3 അല്ലാതെ വേറെ പുതിയ ചെസ് നമ്പറുകൾ വന്നായിരുന്നു. അപ്പം അവരെല്ലാവരും വന്നപ്പോൾ അവരെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഇടയ്ക്ക് വെച്ച് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. ഉള്ള വീഡിയോ എല്ലാം നുള്ളിപ്പറക്കി വെച്ചിട്ട് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രിയായപ്പം എണീക്കാറായ സമയമായി വന്നപ്പം ഞാനൊരുണ്ടോണ്ട് അങ്ങോട്ട് ഉറങ്ങാനായിട്ട് പോയി. അപ്പോൾ തന്നെ നേരം വിളിക്കുകയും ചെയ്തു.